ഇപ്പോൾ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വത്തിക്കാൻ ചത്തുരത്തിനകത്ത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പൂമുഖത്ത് പ്രത്യേകമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന മധുബഹായിൽ എടുത്തു വച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനിക സിംഹാസനത്തിൽ ഇരിക്കുന്നു. ലോകം മുഴുവനുമുള്ള ജനങ്ങൾ കൈകളടിച്ച് വിശ്വാസി സമൂഹം മുഴുവൻ അദ്ദേഹത്തിന് ആദരവർപ്പിക്കുന്നു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരഘോഷത്തോടുകൂടെ ആദരവർപ്പിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഔദ്യോഗികമായ അധികാര ചിഹ്നങ്ങളോടെ സിംഹാസന ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ. പ്പെട്ട 12 പേർ മുൻപോട്ട് വന്ന് പലവിധ വിശ്വാസി സമൂഹത്തിൽ നിന്നുള്ള 12 പേർ മുൻപോട്ട് വന്ന് മാർപ്പാപ്പയോടുള്ള വിധേയത്വവും അനുസരണവും പ്രഖ്യാപിക്കുന്ന സമയമാണിത്. കർദിനാളന്മാരിൽ നിന്നും അതുപോലെ തന്നെ സഭാതലവന്മാരിൽ നിന്നും ഒപ്പം തന്നെയും മെത്രാപ്പൊലീത്തമാരിൽ നിന്നും മെത്രാന്മാരിൽ നിന്നും വൈദികരിൽ നിന്നും സമർപ്പിത സമൂഹത്തിൽ നിന്നും വിശ്വാസി സമൂഹത്തിൻ്റെയും പ്രതിനിധികളായി വത്തിക്കാൻ ലിറ്റർജിക്കൽ കമ്മീഷൻ തിരഞ്ഞെടുത്തിരിക്കുന്ന 12 വ്യക്തികളാണ് ഇപ്പോൾ മുൻപോട്ട് വന്ന് പ്രാതിനിധ്യ സ്വഭാവത്തിൽ പ്രതിനിധികളായി ലോകം മുഴുവനുമുള്ള 140ഓളം കോടി വരുന്ന കത്തോലിക്ക വിശ്വാസികൾക്ക് വേണ്ടി വിധേയത്വവും അനുസരണവും പ്രഖ്യാപിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ കരങ്ങൾ മുത്തിക്കൊണ്ട് അദ്ദേഹത്തെ താണുവണങ്ങി തങ്ങളുടെ വിധേയത്വം അറിയിക്കുന്നത്, അനുസരണം പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതും ഈ ചടങ്ങിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. എനിക്ക് തോന്നുന്നു റവറൻഡ് ഡോക്ടർ ആന്റണി വടക്കേക്കര ഇതൊരു ചെറിയൊരു ചേഞ്ച് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം സാധാരണ കർദിനാളന്മാരാണ് മാർപ്പാപ്പയുടെ മുമ്പിൽ വിധേയത്വം പ്രഖ്യാപിക്കാറുള്ളത്. സഭ കുറച്ചും കൂടിയും സാർവത്രികമാവുന്നു, ആത്മായരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഉൾക്കൊള്ളാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് വേണം കർദിനാളന്മാരും മെത്രാന്മാരും അപ്പുറത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ 12 പേരിൽ വരുന്നു എന്നുള്ളത് ഒരുപക്ഷെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഒരു മാറ്റത്തിന് ഇതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഒരു തിരുത്ത് പറയാനുണ്ട്. കർദിനാളന്മാര് അനുസരണവും വിധേയത്വവും പ്രഖ്യാപിക്കുന്നത് കോൺക്ലേവിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്ന അന്നു തന്നെയും നമുക്കെല്ലാവർക്കും അറിയാവുന്ന സിസ്റ്റൈൻ ചാപ്പലിനകത്തുള്ള കോൺക്ലേവിനകത്ത് വെച്ച് തന്നെയും മാർപ്പാപ്പയുടെ മുൻപിൽ എല്ലാ കർദിനാളന്മാരും അനുസരണവും വിധേയത്വവും പ്രഖ്യാപിക്കുന്ന ചടങ്ങുണ്ട്. ഇപ്പോൾ നടക്കുന്ന സാധാരണഗതിയിൽ മാർപ്പാപ്പമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി നിലവിലുള്ള ഒരു സെറിമണി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാര് പങ്കെടുക്കാൻ അവർക്ക് ഇങ്ങനെ ഇത് കൊടുക്കാറുണ്ടോ? ഇതുവരെയാണ് മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെയും ഇപ്രകാരമുള്ള വ്യത്യസ്തതകളുള്ള വിസ്മരണീയകരങ്ങളായ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളത് പോലെ തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ വിധേയത്വം പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ റിപ്പോർട്ടുകൾ അനുസരിച്ചും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചും ഇതാദ്യമാണ്. വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇതിൻ്റെ കർമ്മവിധികളെ, കുദാശ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമായി ചെറിയ ചില ചേഞ്ചസ് പല പ്രാവശ്യം വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സാധാരണ അൽമായ വിശ്വാസികൾക്ക് പോലും മാർപ്പാപ്പയുടെ മുമ്പിൽ വിധേയത്വം പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങുന്നു എന്നതിൻ്റെ ഇതിന് നയപരമായിട്ടൊരു കാര്യം ഞാൻ അതിൽ കാണുന്നത്, രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ സഭയുടെ ജനാധിപത്യം സംബന്ധിച്ച് വളരെ വിശദമായി എഴുതി വച്ചിട്ടുണ്ട്, നടപ്പിലായിരുന്നില്ല. പക്ഷേ ഈ മാർപ്പാപ്പ പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ നയങ്ങൾ നടപ്പാക്കണമെന്ന് വളരെ ശക്തമായി വാദിക്കുന്നൊരു മാർപ്പാപ്പയാണ്. അതുകൊണ്ട് അതൊരു ജനകീയ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് ഇതൊരു നയം മാറ്റമാണ് എന്നിപ്പോഴും ഉറച്ചു വാദിക്കുന്നത്. ഓക്കെ ഒരുപക്ഷെ നമുക്ക് നയം മാറ്റം എന്ന് വിളിക്കേണ്ട, തുടർച്ചയുടെ ഭാഗമായി തന്നെ ഇപ്രകാരമുള്ള അച്ഛനങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതെ, അച്ഛന്റെ ഇതിൽ നിന്നുകൊണ്ട് പക്ഷേ പുറത്തു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അതൊരു വലിയ നയമാറ്റമായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ലോകത്തിന് കാണാൻ ഉള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് കേട്ടോ.